ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രാവൽ എന്ന് പറഞ്ഞത് അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയിലേക്കാണ്. അപ്പോൾ മിക്ക യുഎയിലുള്ള ആളുകൾ എന്തായാലും ഈ ഒരു മസ്ജിദ് എന്തായാലും കാണാതിരിക്കില്ല. ഞാൻ ഫസ്റ്റായിട്ട് ഈ മസ്ജിദ് കാണുന്നത് 2012 അതിനുശേഷം പിന്നീട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. കാർ പാർക്കിംഗ് ചെയ്തതിന് ശേഷം കുറച്ചിങ്ങനെ നടന്ന് വന്നിട്ട് ഇങ്ങനൊരു സംഭവത്തിലേക്ക് എത്തും. ഒരു കൂടാരം, ഒരു ഗ്ലാസിൻ്റെ ഒരു എന്തെന്ന് പറയുക, അങ്ങനെ അതിലേക്ക് നമ്മളെത്തി. അതിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഈ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ജിദിൻ്റെ നേരെ താഴെ ഭാഗത്ത് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് മസ്ജിദിലേക്ക് കയറാൻ പറ്റുന്ന സൗകര്യമായിരുന്നു ഞാൻ ആദ്യം പോയിരുന്ന സമയത്ത്. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം നടന്ന് പോകുന്ന ആ ഒരു കൂടാരം പോലെ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ താഴേക്ക് ഇറങ്ങി അവിടുന്ന് നമുക്ക് എന്തൊരു സ്കാൻ ചെയ്യാനുണ്ട്. നമ്മൾ ആരൊക്കെയാണ് അതിൽ കയറുന്നത്, എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫോൺ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അവിടെ ലൈനായിട്ട് നിന്നിട്ട് നമുക്ക് ഓരോരുത്തരെ ഇങ്ങനെ കയറ്റി വിടും. പിന്നെ കയറുമ്പോൾ നമുക്ക് എന്തായാലും ലേഡീസിനാണെങ്കിൽ ഫുൾ കൈ വേണം. അപ്പോൾ ഫുൾ കൈ ഫർദ ആണ് വേണ്ടത്. അതെല്ലാം ഫുൾ കൈയുള്ള എന്ത് ഡ്രസ്സാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിലേക്ക് ആ ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണിൽ ആരൊക്കെ ഉണ്ട്, എത്ര പേരാണ് കയറുന്നതെന്നുള്ളത് സ്കാൻ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് നമുക്ക് കയറ്റിടാം. അങ്ങനെ അതിലൂടെ നമ്മൾ കടന്നു വന്ന് പള്ളിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണാനുള്ളത്. ഞങ്ങൾ എത്തുന്നത് ഒരു 3:30-4 മണിൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് ആ സമയത്ത് തന്നെ. പള്ളിൻ്റെ ഫ്രണ്ടിലുള്ള ഇങ്ങനെയുള്ള ഒരു കവാടമുണ്ട്, അതിൻ്റെ കുറേ ഉണ്ട്. നടന്ന് വന്നിട്ട് നമ്മൾക്ക് ഈ ഭാഗത്ത് കൂടെയാണ് കയറുന്നത്. ഫ്രണ്ടിൽ നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു തടാകം വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ഭാഗം കാണാം. നല്ല ഭംഗിയുണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ തന്നെ. ആദ്യം ഈ ഫ്രണ്ടിൽ ഭാഗത്തിൽ കൂടെ കയറി കുറേ അങ്ങോട്ട് നടന്ന് നമുക്ക് പള്ളിയുടെ ഉൾഭാഗത്തേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ആദ്യം ഈ ഫ്രണ്ടിലെ ഇതിൽ കൂടെ കയറി നമ്മൾക്കിങ്ങനെ ലെഫ്റ്റ് സൈഡ് കൂടെ നടന്ന് നടന്ന് നമ്മുടെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇന്ത്യൻസ് ആയാലും അറബി, നസ്രി, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ പള്ളി കാണാനായിട്ട്, സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ ഭാഗത്ത് നിന്നിട്ട് ഒരുപാട് ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നമ്മളും എടുക്കുന്നുണ്ട്. പള്ളിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേയുള്ള ഒരു കവാടമാണ് ഇത്. ഒരുപാട് തൂണുകൾ കൊണ്ടാണ് ഈ കവാടം ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് കാണാം. അവിടേക്ക് നമുക്ക് നടന്നെത്തണം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഈ സൈഡിൽ നിന്ന് നടന്ന് അങ്ങനെ കറങ്ങി ആ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തണം. അപ്പോൾ കുറച്ചൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ പള്ളി മൊത്തം ഇങ്ങനെ കവറിങ് ആയിരിക്കണം, ഈ തൂണുകൾ കൊണ്ടുള്ള കവാടങ്ങൾ മൊത്തം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പറയുന്നതിനേക്കാൾ നല്ലത് കാണുന്നതാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോസ് കണ്ടാലോ.
നടന്ന് ഏകദേശം നമ്മുടെ പള്ളിൻ്റെ ഉൾഭാഗത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു അസ്ർ നമസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. ആ കാണുന്ന ആ ഫ്രണ്ടിലെ കവാടത്തിൻ്റെ അവിടെ നിന്നും ഇത്രയും ഭാഗം നമ്മൾ നടന്ന് എവിടെ എത്തിയിട്ട് ഇനി നമ്മൾ പള്ളിയിലേക്ക് കയറാനുള്ളത്. പള്ളിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുകയാണ്. അത്രയും ഭാഗം നമ്മൾ നടന്ന് വരുന്നുണ്ട്. ഇപ്പോൾ പള്ളിയുടെ ഉൾഭാഗത്തെത്തി. ഉൾഭാഗത്ത് കയറിയ ഉടൻ തന്നെ നമുക്ക് അസ്ർ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഓലെവിടെ? ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഈ പള്ളിയുടെ ഉൾവശം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓരോ പണികളും കുത്തുപണികളായാലും തൂണുകളായാലും പള്ളിൻ്റെ ഉൾഭാഗവും മീനാരങ്ങളും അത്രയും മനോഹരമായിട്ടുള്ള, കണ്ടിരിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്.
അപ്പോൾ യു എയിൽ ചെന്നിട്ടുള്ള ഏതൊരാളും ഈ ഷെയ്ഖ് സായിദിൻ്റെ പള്ളി കാണാതെ പോരാറില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.